മോദി എടുത്ത് ദൂരെ കളഞ്ഞു. ദൂരെ കളഞ്ഞു എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഈ G7 മീറ്റിങ്ങിന് പോയി ഈ കാനഡയിൽ. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്ത് പറഞ്ഞു, അത് ഇൻവിറ്റേഷൻ കിട്ടിയില്ല. അവസാനം ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് പോയി അമേരിക്കയെ കൺവിൻസ് ചെയ്ത ശേഷമാണ് കാനഡയെ കൊണ്ട് ഇൻവിറ്റേഷൻ അയക്കുന്നത്. പിന്നീട് എന്താണ് ഉണ്ടായത്? ആ ഇൻവിറ്റേഷൻ്റെ അകത്ത് പോലും മറ്റുള്ള രാജ്യത്തലവന്മാർക്ക് 2, 3, 6, 10 മിനിറ്റ് ഓരോരുത്തരെയും കാണാൻ സമയം കൊടുത്തിട്ട് പോലും ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ ഈ ട്രംപ് കൊടുത്തില്ല കാണാൻ. അതാണ് ഏറ്റവും കാരണം. അപ്പോഴേ എനിക്ക് പിടികിട്ടി സംഭവം അയാൾക്ക് തലയ്ക്ക് പിടിച്ചു. കാരണം അയാൾക്ക് തലയ്ക്ക് വട്ടാണോ അതിൻ്റെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അയാളെ പിണക്കി, അതായത് 2029 വരെ അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കും. ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ആയിരിക്കും അമേരിക്കയിൽ ഭരിക്കുന്നത്. അയാളുടെ ശിങ്കിടികളായിരിക്കും ലോകം മുഴുവനും കണ്ണുപോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ പിണക്കി ഇന്ത്യക്ക് പോകാൻ പറ്റില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇസ്രായേലി പ്രൈം മിനിസ്റ്ററെ ഒരു എമിഷറെ പറഞ്ഞു വിട്ടിട്ട് ലോഹ്യം ഉണ്ടാക്കാൻ വിട്ടിരിക്കുന്നത്. പക്ഷെ ഇതൊന്നും സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെയുള്ള ഇന്ത്യക്കാരെ കൊണ്ട് മാക്സിമം ട്രൈ ചെയ്ത് നോക്കി, അവിടെ ഒന്നും ട്രംപ് അടുക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് എങ്ങനെയാണ് മഞ്ഞുരുകുന്നത് ഇത് മാത്രമാണ് ഇന്ത്യൻ ബിസിനസ്സുകാർ നോക്കിക്കാണുന്നത്. അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ്സുകാരെ ശരിക്കും ബാധിക്കുന്നതാണ് ഈ 50% ടാരിഫ് എന്ന് പറയുന്നത്.